ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത അദ്ദേഹം തൻ്റെ വോട്ടർ ID ഗുരുവായൂരിലേക്ക് മാറ്റി എന്നാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൻ്റെയും ഭാര്യയുടെയും ഡ്രൈവറുടെയും ഒക്കെ വോട്ട് തൃശ്ശൂരിലേക്ക് മാറ്റി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് അതെല്ലാം കൂടെ കുറ്റിയും പറിച്ച് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് ഗുരുവായൂരിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് മാറ്റി. രാത്രി വരെ അയ്യപ്പൻ അകത്താക്കിയതിനാലാണോ എന്നെനിക്കറിയില്ല. രാത്രിയല്ല, തന്ത്രി വരെ അകത്താക്കിയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. അടുത്ത ജന്മം തന്ത്രിയായി അയ്യപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കണം എന്ന വീഡിയോ ഇസ്മി അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കേന്ദ്രമന്ത്രിയും പിന്നെ സിനിമാ നടനുമായ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെ നമ്മളുടെ ശാന്തിയുടെ ദിനേശ് ചേട്ടൻ എയർ കയറ്റുന്ന ഒരു വീഡിയോ കണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ദിനേശ് ചേട്ടൻ്റെ വീഡിയോ അനുമതിയില്ലാതെ കുറച്ച് ആൾക്കാർ എടുക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും നേരത്തെ പുള്ളിയോട് കോൺടാക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ, ചേട്ടൻ്റെ വീഡിയോ നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എടുത്ത് റിയാക്റ്റൊക്കെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ പുള്ളി ഒരു പെർമിഷനൊക്കെ നമുക്ക് തന്നപ്പോൾ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് വീണ്ടും പുള്ളിയുടെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടാതെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ നൽകി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ മാസത്തിലെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും മറക്കാതെ നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. BJP RSS ചാനലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവ മഹിമ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിനെ താറടിക്കാനെടുക്കുന്ന കേരള സ്റ്റോറി സിനിമയും അല്പത്തരവും വഷളത്തരവും പൊങ്ങച്ചവും മണ്ടത്തരവും മാത്രം ഈ അടുത്ത കാലത്ത് അസുഖമാക്കിയെടുത്ത സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ വെളുപ്പിക്കാൻ, പിണറായിയെ നാറ്റാനും മോഡിയെ സ്തുതിക്കാനും ഒക്കെയുള്ള ചാനലാണ് ഞാനീ പറയുന്നത്. സീരിയലുകൾ ചെയ്തിരുന്ന ഞാൻ സീരിയലുകൾ കാണാത്ത പോലെ യൂട്യൂബ് കണ്ട് മാന്യമായി ജീവിക്കുന്ന ഞാൻ ഒരൊറ്റ യൂട്യൂബ് ചാനലും കാണാറില്ല, അതാണ് സത്യം. എന്നാൽ ചിലത് എനിക്ക് അയച്ചിട്ട് ചേട്ടൻ ഇത് കണ്ടിട്ട് പ്രതികരിക്കണം എന്ന് സ്നേഹത്തോടെ അയച്ചു തന്നവർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവർ പറയുന്ന ആ എപ്പിസോഡ് എനിക്ക് വന്ന ഇതിൽ ഫേസ്ബുക്കിൽ വന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വന്ന ആ പോസ്റ്റുകൾ ഞാൻ നോക്കാറുമുണ്ട്. വ്യത്യസ്തമായി അടുത്ത എന്ത് കഥ സിനിമയെക്കുറിച്ച് പറയാം, കഴിഞ്ഞ 4-5 എപ്പിസോഡിൻ്റെ ഫ്ലേവർ ഇല്ലാതെ എന്ത് സംസാരിക്കാമെന്ന ചിന്തയിലും വായനയിലും എഴുത്തിലുമൊക്കെ ആയതിനാലാണ് മറ്റുള്ള യൂട്യൂബുകൾ ഞാൻ കാണാത്തത്. അവർ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ടാൽ നമുക്കൊരു ഗുണവും ഉണ്ടാവില്ല. പിന്നെന്തിന് സമയവും നെറ്റും വെറുതെ കളയുന്നത് എന്നതാണ് എൻ്റെ ചിന്ത. സുരേഷ് ഗോപി എൻ്റെ ശത്രുവല്ല. BJP-കാരനായതിൽ എനിക്ക് എതിർപ്പില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന് ഏതിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ. ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത അദ്ദേഹം തൻ്റെ വോട്ടർ ID ഗുരുവായൂരിലേക്ക് മാറ്റി എന്നാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൻ്റെയും ഭാര്യയുടെയും ഡ്രൈവറുടെയും ഒക്കെ വോട്ട് തൃശ്ശൂരിലേക്ക് മാറ്റി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് അതെല്ലാം കൂടെ കുറ്റിയും പറിച്ച് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് ഗുരുവായൂരിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് മാറ്റി. രാത്രി വരെ അയ്യപ്പൻ അകത്താക്കിയതിനാലാണോ എന്നെനിക്കറിയില്ല. രാത്രിയല്ല, തന്ത്രി വരെ അകത്താക്കിയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. അടുത്ത ജന്മം തന്ത്രിയായി അയ്യപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുക്കണം എന്ന ലൈൻ ഇപ്പോൾ സുരേഷ് ഏട്ടൻ മാറ്റി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആകണം എന്നതിലാണ് ഇപ്പോൾ അദ്ദേഹം ചെന്നെത്തി നിൽക്കുന്നത്. ജനിച്ച ജാതിയോട്, ജന്മം നൽകിയ പിതാവിനോടും ഒക്കെ അടുത്ത ജന്മത്തിൽ ഒരു ബന്ധവും വേണ്ട, എന്നെ ബ്രാഹ്മണനായി ജനിപ്പിക്കട്ടെ എന്നോ MPയും കേന്ദ്രമന്ത്രിയും ഒന്നും ആകണ്ട, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായാൽ മതിയെന്നോ ആശിക്കുന്നതിൻ്റെയും അതൊക്കെ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമാണ്, നമുക്ക് കുറ്റം പറയാനാകില്ല. MP ആയപ്പോഴും ഇതൊരു കുരിശാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാൽ ഇപ്പോഴത്തെ പോലെ കരാർക്കടയിൽ ചെന്നുള്ള ഒരു നേരിയതും പുതച്ച് ഗുരുവായൂരപ്പൻ്റെ ചുറ്റും നടന്നാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ പോകുന്നതിനേക്കാൾ കേന്ദ്രമന്ത്രി ആവുന്നതിനേക്കാളും ഇപ്പോൾ ഗുരുവായൂരിലെ പ്രസിഡൻ്റാകണം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശരികളാണ്. ഞാൻ സുരേഷ് ഗോപിയുടെ ശത്രുവോ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവനോ CPM-നെ പ്രത്യേകിച്ച് സഖാവ് VS-നെ അന്ധമായി സ്നേഹിച്ചിരുന്നിട്ട് BJP-യിൽ പോയതിനാൽ അതിൻ്റെ നീരസമോ ഉള്ള ആളല്ല. അതൊക്കെ ആപേക്ഷികമാണ് എന്നാണ് എൻ്റെ നിലപാട്. സുരേഷ് ഗോപി നല്ലത് ചെയ്തപ്പോഴൊക്കെ അതിനെ പരസ്യമായി പിന്തുണച്ച ആളുമാണ് ഞാൻ. 35 വർഷത്തെ നല്ല അടുപ്പമുണ്ട് അദ്ദേഹവുമായിട്ട്. ഇന്നലെ BJP-യിൽ വന്നപ്പോൾ കാണിക്കുന്ന കപട സ്നേഹമല്ല എനിക്കുള്ളത്. ഇപ്പോൾ BJP-ക്കാർ അദ്ദേഹത്തെ ഈ പറഞ്ഞ ഈ ചാനലിൽ നിന്ന് സംസാരിക്കുന്നവനടക്കം അദ്ദേഹം ഒന്ന് BJP-യിൽ നിന്നൊന്ന് മാറട്ടെ. പിറ്റേ ദിവസം തള്ളാക്കി വിളിച്ച് കണ്ണ പൊടിക്കും. മേജർ രവി P രാജീവിൻ്റെ എന്തോ ഒരു ഇലക്ഷന് പോയി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് മേജർ രവിയുടെ അമ്മയും അച്ഛനെയും ചേർത്ത് എത്രയാ തെറി വിളിച്ചത് അവന്മാർ. അത്രേ ഉള്ളൂ അവന്മാരെ. ഈ സുരേഷ് ഗോപി കരുതും ഇവനൊക്കെ ജീവൻ തരും എനിക്കെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്തെങ്കിലും ഒരു എന്താ പറയുക അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഞാൻ ഇനി ഇതിൽ വർക്ക് ചെയ്യാനില്ല എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ആ താമരസിംഹനെയൊക്കെ വിളിച്ചതിൻ്റെ 100 ഇരട്ടി സുരേഷ് ഏട്ടൻ തെറി കേൾക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. പക്ഷേ അവന്മാർ ചാനലിൻ്റെ മുന്നിൽ മൈക്കിൻ്റെ മുന്നിലൊക്കെ നിന്ന് വലിയ വാചകങ്ങൾ അടിക്കും. സുരേഷ് ഗോപി നല്ലത് ചെയ്തപ്പോൾ ഒക്കെ അതിനെ പരസ്യമായി പിന്തുണച്ച ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
അദ്ദേഹത്തിൻ്റെ ലക്ഷ്മി മോള് അപകടത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും SVTയിൽ അദ്ദേഹം രോഗിയായി കിടക്കുമ്പോഴും ഒക്കെ ഞാൻ പോവുകയും ആശ്വാസവചനങ്ങൾ പറഞ്ഞവനുമാണ്. അത് അദ്ദേഹത്തിന് അറിയാം, ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലെങ്കിലും ഉണ്ടാവും. അതൊക്കെ തികച്ചും എൻ്റെ സ്വകാര്യമാണ്. അദ്ദേഹം കാണിക്കാൻ പാടില്ലാത്ത ഷോ കാണിക്കുമ്പോഴും വളരെ മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ പിണറായി അടക്കമുള്ളവരെ പറയുമ്പോഴും ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കുകയും ചെയ്യും. ഇനി ഏവനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനിയും വിമർശിക്കും അങ്ങനെ പറഞ്ഞാൽ. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്തുണ്ടല്ലേ ആമ മുട്ട തേങ്ങ എന്നൊക്കെ പറഞ്ഞില്ലേ, കേട്ടോടാ മറ്റവനെ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതുപോലെ പറയുന്നതിനെ വിമർശിക്കരുതെന്നാണ് ഈ ചാനലിലെ അവതാരക പറയുന്നത്. കക്ഷിയുടെ പേരെനിക്കറിയില്ല. സുരേഷ് ഗോപി ചേട്ടാ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ശീലിച്ചത്. ഇപ്പോഴും ആ വിളി തുടരുന്നു. മംഗളം ചാനലിലെ വാർത്താ അവതാരകനായിരുന്ന SV പ്രദീപ് ലോറി ആക്സിഡൻറ്റിൽ ലോറിയിൽ അടിപ്പെട്ട് സ്പോട്ടിൽ മരിച്ചല്ലോ. പ്രദീപിൻ്റെ മൃതശരീരം പള്ളിച്ചലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവസാനമായി ഒന്ന് കാണാനായി ഞാനവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കാണാം രാജ്യസഭാ MP ആയ സുരേഷ് ഗോപി വരുന്നു. ഒരുപാട് നേരം തിരിച്ചു പോകുമ്പോൾ ഒരുപാട് നേരം എന്നോട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം പിരിഞ്ഞത്. കൂടെ വന്നിരുന്ന എർത്തുകളെ പോലും അദ്ദേഹം മാറ്റി നിർത്തി. കുറച്ച് ദൂരെ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഞാൻ പറയാൻ വന്നത്, BS-നെ പോലെ തന്നെ പിണറായി വിജയനോടും നല്ല ബന്ധം സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു. വിജയേട്ടനെന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നു. രാജ്യസഭാ MP ആയതോടെ ടോണങ്ങ് മാറി, അണികൾക്ക് കൈയടിക്കാനായി. അതിൻ്റെ ബാക്കിയാണ് ഈ മറ്റേ മോനെ ആമ മുട്ട ആമ തേങ്ങ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അടുത്ത കാലത്ത് മരിച്ചുപോയ PP മൂന്തൻ ചേട്ടനുമായി നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ രാഷ്ട്രീയം ഭംഗിയായി മൂന്തേട്ടൻ അറിയാം. മരിക്കും വരെ ഞാനത് മൂന്തേട്ട എന്നല്ലാതെ മാറ്റി വിളിച്ചിട്ടില്ല. അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവന്മാരാണെന്ന് ഇങ്ങനെ ടോണൊക്കെ മാറ്റി വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെ വിളിക്കാൻ കഴിയുമെന്നാണ് ഞാൻ അറിയിക്കുന്നത്. എനിക്ക് മൂന്തേട്ടനെ അങ്ങനെ അല്ലാതെ വിളിക്കാൻ പറ്റുമോ? ഞാനൊരു പ്രോഗ്രാമിൻ്റെ നമ്മുടെ പൈനീർ എന്ന് പറഞ്ഞ പത്രത്തിലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന തെഹൽക്കയുടെ വാർത്തകളൊക്കെ പുറത്തുകൊണ്ടുവന്ന ഒരു ഗോപികൃഷ്ണനുണ്ട് ഡൽഹിയിൽ. ഗോപികൃഷ്ണന് ഒരു അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ ഞാനായിരുന്നു അധ്യക്ഷൻ. മുഖ്യ അതിഥി കുമ്മനം രാജശേഖരൻ ചേട്ടനായിരുന്നു. എന്ത് മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. ഒരു വാക്കുപോലും അദ്ദേഹം മോശമായിട്ട് ആരെയും പറയില്ല. എന്നോട് ഒരുപാട് നേരം അദ്ദേഹം ഭാരത് ഭവനിൽ വെച്ച് ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു. ഇത് അല്പന്മാർ മാത്രം ഇങ്ങനെ ടോൺ മാറ്റി വിളിക്കുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കെന്തായാലും മരിക്കുന്ന ഒരു മൂന്തേട്ടാന്നല്ലാതെ മൂന്തേട്ടനെ വേറെ ഒരു വാക്കും വിളിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. സുരേഷ് ഗോപി അടക്കം കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലുമൊക്കെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് ക്ലച്ച് പിടിക്കാതെ പോയവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നേ സംഖ്യയാണെന്ന പൊള്ളത്തരത്തിൽ 14 കുറിയും കയ്യിൽ 40 ചാട്ടും കെട്ടി നടക്കുന്നു. എന്നാൽ ഇവനൊന്നും ഇതൊന്നും ചിന്തിക്കാത്ത കാലത്ത്, BJP ജന്മം കൊള്ളാത്ത കാലത്ത് RSSലും ജനസംഘത്തിലും പ്രവർത്തിച്ചു പോകുന്ന ആളാണ് സിനിമാ നിർമ്മാതാവായ G. സുരേഷ് കുമാർ, നമ്മുടെ മേനകയുടെ ഭർത്താവ്. ഈ പറഞ്ഞ ചിഹ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ കറകളഞ്ഞ RSS BJPക്കാരനായി ഇപ്പോഴും ജീവിക്കുന്നു തലസ്ഥാനത്ത്. അന്നും ഇന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ് G. സുരേഷ് കുമാർ എന്നുള്ള സുരേഷ് ഏട്ടൻ. അദ്ദേഹത്തിനും ഞാൻ ശത്രുവല്ല. മിനിഞ്ഞാന്ന് രാത്രി ട്രിവാൻഡ്രം ക്ലബ്ബിലെ രഞ്ജിത്തും രാകേഷും ഒക്കെയായി അദ്ദേഹം ഇരിക്കുമ്പോൾ ഞാൻ വിളിച്ചു ഒരു കാര്യം പറയാൻ. നീ ഇങ്ങോട്ട് വാ, സംസാരിക്കാമെന്നാണ് സുരേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ജനം TVയുടെ തലവനാണല്ലോ. ഈ എന്നെ തെറി വിളിക്കാനായിട്ട് പ്രോഗ്രാം ചെയ്തവൻ എവിടെയെങ്കിലും വെച്ച് സുരേഷ് ഏട്ടനെ അല്ലെങ്കിൽ നാളെ സുരേഷ് ഏട്ടനെ ഒന്ന് വിളിച്ച് ചോദിക്കും, ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് ചോദിക്കും. എന്നെ പറഞ്ഞു, നീ ട്രിവാൻഡ്രം ക്ലബ്ബിലേക്ക് വാ. ഞാൻ പറഞ്ഞു, രാത്രിയായില്ലേ, രാത്രി എന്തോ രാത്രി, നീ കൊച്ചുപിള്ളേ ഇങ്ങോട്ട് വാ. അത്രയും അടുപ്പം, അടുപ്പമുള്ള ആളാണ് ഞാൻ. വ്യക്തിത്വമുള്ളവരുമായി മാത്രമേ ഞാൻ സഹകരിക്കൂ. അല്ലാത്തവരെ ഒരു വെളിപ്പാടകലെ കൊച്ചു പ്രായത്തിലെ ഞാൻ മാറ്റി നിർത്തുമായിരുന്നു ആരായാലും. പറഞ്ഞു വന്നത്, ഈ സംഗീ ചാനൽ അവതാരകൻ പറയുന്നത് കേട്ടാൽ ഞാൻ സുരേഷ് ഗോപിയെ ഇകഴ്ത്താൻ മാത്രം നടക്കുന്നവനാണെന്ന് തോന്നുന്നു. ഒരാളെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അയാളെ നന്നായി പഠിക്കണം. അല്ലെങ്കിൽ ഈ വർത്തമാനം പറയുന്നവൻ പരിഹാസ്യനായി പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രചാരമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ എനിക്കുള്ളത് പറയാം. അദ്ദേഹം പറയുന്നത് എന്നെപ്പറ്റി പൊക്കി അടിക്കുകയാണ്. ആദ്യം പ്രചാരമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംബന്ധിയായ വിവരങ്ങളും കൊച്ചു നുറുങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നതും ഈ അവതാരകന്, എന്നെ തെറി വിളിക്കുന്ന അവതാരകന് ഇഷ്ടമാണ്. ഫിഫ്റ്റിയിലും മാക്റ്റിലുമൊക്കെ പ്രവർത്തിച്ചതും അദ്ദേഹം ഓർക്കുന്നു. കക്ഷി സ്ഥിരം പ്രേക്ഷകനായിരുന്നു എൻ്റെ. ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയം പൊന്തി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു പരിചയവുമില്ലാത്ത, ഒരു വീക്ഷണവുമില്ലാതെ ഒരു അന്തം കമ്പി നിലവാരത്തിൽ അദ്ദേഹം കൂപ്പുകുത്തുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. പറയുന്ന ആരെന്നറിയോ? തീവ്ര ഹിന്ദുത്വ ചാനലിലെ തീവ്ര വർഗീയവാദിയായ അവതാരകനാണ് എനിക്ക് മാർക്കിടുന്നത്. എനിക്ക് വ്യക്തിപരമായ രാഷ്ട്രീയ വീക്ഷണ കോണുണ്ട് സ്നേഹിത. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എന്ത് ചിന്തിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കാത്ത, സഹജീവിയെ സഹാനുഭൂതിയോടെ കാണുന്ന, ചോര കണ്ടാൽ ബോധക്ഷയം വരുന്ന, ഗർഭിണിയുടെ വയറ്റത്ത് ശൂലം കുത്താത്ത, അവളെ അമ്മയായും സഹോദരിയായും കാണുന്ന, സ്നേഹം നമുക്ക് മാത്രം ഉണ്ട് എന്ന് ധരിക്കുകയും നമ്മൾ ഭരിക്കുമ്പോൾ മാത്രം എടുത്തണിയുന്ന രാജ്യ സ്നേഹമല്ല എനിക്കുള്ളത്.
രാജ്യം എല്ലാ നിലയിലും കൂപ്പുകുത്തുമ്പോൾ മാത്രം അതിർത്തിയിൽ എതിരാളികൾ തലപൊന്താത്ത ഒരു രാജ്യത്തെ ഒന്നായി കാണണം എന്നാഗ്രഹിക്കുന്ന വിശാലമായ രാഷ്ട്രീയ വീക്ഷണകോൺ എനിക്കുണ്ട്. അത് കേന്ദ്രം ഭരിക്കാൻ ഒരു പാർട്ടി വരുമ്പോഴല്ല, അറിവ് വെച്ച കാലം മുതലേ ഞാൻ അത്തരക്കാരനായിരുന്നു. ഞാനതിനെ ഭാരതാംബയായി ശിവകാശി കലണ്ടറിൽ ആരോ വരച്ച പെണ്ണുപിള്ളയെ നോക്കിയോ 3 പീറ തുണികൾ കിട്ടിയതിനെ ദേശീയ പതാകയായി കണക്കാക്കില്ല എന്ന് പറയാനോ, കേന്ദ്രം നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോൾ മാത്രം ദേശീയ പറയുന്നവന്മാരുടേതുപോലെ അല്ല എൻ്റെ വീക്ഷണകോൺ. ഇവിടെ ഒരു പെണ്ണുപിള്ള പറഞ്ഞാൽ 3 പീറ തുണിയെടുത്ത് കിട്ടിയതാണ് ദേശീയ പതാക എന്ന് പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊരു സ്ത്രീ പറഞ്ഞല്ല. അപ്പോൾ അതുപോലെ തന്നെ ഭാരതാംബ എന്നോട് 6 ഏക്കർ അടക്കം കണ്ടില്ലേ, ഈ ശിവാശിയിലുള്ള ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു പെണ്ണുപിള്ളയുടെ പടം എടുത്ത് വെച്ചുകൊണ്ട് പറയാൻ ഇതാണെന്ന് ഭാരതാംബ. ആ വീക്ഷണകോണൊന്നും അല്ല എനിക്കുള്ളത്. ഞാൻ എൻ്റെ പെറ്റമ്മയെ ബഹുമാനിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ രാജ്യത്തെയും ബഹുമാനിക്കുന്നത്. അതാണ് എൻ്റെ വീക്ഷണകോൺ. ഞാൻ രാഷ്ട്രീയം എൻ്റെ ചാനലിൽ പറയാറില്ല. പറയേണ്ടി വരുന്നത് സിനിമാക്കാരായ ചാണകത്തലയന്മാർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കാണുമ്പോൾ മാത്രമാണ് ഞാൻ രാഷ്ട്രീയം പറയാറ്. ജാനകി എന്നൊരു കഥാപാത്രത്തിന് പേരിട്ടാൽ ലോകം ഇടിഞ്ഞു വീഴുമെന്ന് കരുതുന്ന, ധ്വജം എന്ന് പറഞ്ഞാൽ സംഘം കാവലുണ്ട് എന്ന് പറഞ്ഞാൽ സംഘികൾ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ, കോടതി പറഞ്ഞാൽ പോലും ഞങ്ങൾ സെൻസർ ചെയ്യണമെങ്കിൽ ബീഫ് കഴിക്കുന്നത് കാണാതിരിക്കണമെന്ന് വാശി പിടിക്കുന്ന സെൻസർ ബോർഡ് എന്ന സ്ഥാപനത്തെ സ്വന്തം കാര്യലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകൾ പറയുമ്പോൾ ഈ പ്രിയ സുഹൃത്തിന് അത് ദഹിക്കാത്തതിൽ ആകണം എന്നെ അന്തം കമ്മി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഒട്ടും യോജിക്കാത്ത പേരാണ് അന്തം കമ്മി. കാരണം ഞാൻ അന്തം കമ്മിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പിണറായി വിമർശിക്കുമോ, എ കെ ബാലനെ വിമർശിക്കുമോ, സജി ചെറിയാനെ വിമർശിക്കുമോ? ഞാൻ അന്തം കമ്മി അല്ലാന്ന് എനിക്ക് നല്ല അഭിമാനത്തോടെ പറയാൻ കഴിയും. പാർട്ടിക്കാരനായി നിന്നുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയെയും സാംസ്കാരിക മന്ത്രിയെയും സഖാക്കളെയും ഞാൻ വിമർശിക്കുന്നത്ര മൂർച്ച ഈ പറയുന്ന ചാണകം തലയിൽ നിറഞ്ഞവർക്ക് പോലുമില്ല. അതാണ് സത്യം. അപ്പോൾ കേട്ടല്ലോ, ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്. അതിനകത്ത് ഈ പുള്ളിയെ വെച്ചുകൊണ്ട് ഏതോ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ, പുള്ളിക്കെതിരായിട്ട് പുള്ളി അന്തം കമ്മിയാണെന്നും പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അതിനെതിരെ വന്ന വീഡിയോ ആണിത്. അപ്പം എന്തായാലും ഈ വീഡിയോ ഉണ്ടപ്പോൾ നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി. അപ്പോൾ സിനിമയിലെ സംഘപ്രവർത്തകരും പുറത്തുള്ള പ്രവർത്തകരുടെ മൈൻഡും കാര്യങ്ങളൊക്കെ പുള്ളി എടുത്ത് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. വ്യക്തിപരമായി ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ല. വ്യക്തിപരമായി എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ആദർശത്തിൽ വിശ്വസിക്കുക, പ്രവർത്തിക്കുക എന്നേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യം, മനുഷ്യനെ മനുഷ്യനായി കാണുക. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ അവൻ വിശ്വസിക്കുന്ന ആദർശത്തിൻ്റെയോ അല്ലെങ്കിൽ അവൻ്റെ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഒന്നും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുകയോ ഒരു രാഷ്ട്രീയത്തോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഇന്ത്യയിൽ ജനിച്ചവരാണ്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അവിടെ മതമോ ജാതിയോ വർണ്ണമോ വർഗമോ ഭക്ഷണമോ ഒന്നും ഒരു വേലിക്കെട്ടായി വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പം വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ പറയുന്നു. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസൊക്കെ ഈ ചാനലിൽ കിടപ്പുണ്ട്. സമയമുള്ളവരൊക്കെ അതൊക്കെ ഒന്ന് കയറി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ. താങ്ക്